വെൽക്കം ടു ബഷീസ് ബയോ ക്ലാസ്സസ്. 1 വർഷ ഹയർ സെക്കൻഡറിയിലെ ബയോളജിയിലെ പാഠഭാഗങ്ങളുടെ എക്സാം ഫോക്കസ്ഡ് സ്പെഷ്യൽ വീഡിയോസ് നമ്മൾ ആരംഭിക്കുകയാണ്. സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ തയ്യാറെടുപ്പിലാണെന്നറിയാം. അവരെ പ്രത്യേകിച്ച് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വീഡിയോസ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൂടാതെ +1 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് അവർക്ക് വരാൻ പോകുന്ന പബ്ലിക് എക്സാമിനെ പരിചയപ്പെടാനും ആ എക്സാമിന് വേണ്ടിയുള്ള നല്ല മുന്നൊരുക്കം നടത്താനും ഈ വീഡിയോസ് ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കട്ടെ. ഈ വീഡിയോയിൽ പ്രധാനമായും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് +1 ബയോളജിയിലെ ചാപ്റ്റേഴ്സിൻ്റെ ഒരു ക്വിക്ക് റിവിഷനും അതോടൊപ്പം തന്നെ 2010 മുതൽ 2020 മാർച്ച് വരെ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും അവയുടെ കൃത്യമായ ഉത്തരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് വേഗത്തിൽ പഠിക്കാൻ ഉതകുന്ന തരത്തിൽ സമയദൈർഘ്യം കുറച്ചുകൊണ്ട് എന്നാൽ കീ പോയിൻറ്റ്സ് ഒന്നും തന്നെ വിട്ടുപോകാതെയാണ് വീഡിയോ തയ്യാറാക്കാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്. ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 ബയോളജി ഫസ്റ്റ് ചാപ്റ്റർ ദ ലിവിങ് വേൾഡ്. ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ആണ്. ലിവിങ് ഓർഗാനിസംസിൻ്റെ പ്രോപ്പർട്ടീസ് ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ ആൻഡ് കോൺഷ്യസ്നെസ്. ഫസ്റ്റ് പ്രോപ്പർട്ടി ഗ്രോത്ത് ആണ്. യൂണിസെല്ലാർ ഓർഗാനിസംസും മൾട്ടിസെല്ലാർ ഓർഗാനിസംസും സെൽ ഡിവിഷനിലൂടെ ഗ്രോ ചെയ്യുന്നു. അതായത് ഇൻക്രീസ് ഇൻ നമ്പർ ആൻഡ് ഇൻക്രീസ് ഇൻ സെൽ മാസ്. ഗ്രോത്തിൻ്റെ ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്കിതിനെ ഓർമ്മിക്കാം. പ്ലാന്റ്സിലും ആനിമൽസിലുള്ള ഗ്രോത്ത് ചെറിയ വ്യത്യാസമുണ്ട്. പ്ലാന്റ്സ് ദേ ഗ്രോ ത്രൂ ഔട്ട് ദെയർ ലൈഫ് ടൈം. അതേസമയം ആനിമൽസിന് ഒരു സർട്ടൻ ഏജ് വരെ മാത്രമേ ഗ്രോത്ത് നടക്കുകയുള്ളൂ എന്നറിയാം. ഇനി ഗ്രോത്ത് ലിവിങ് ഓർഗാനിസംസിന് പറയാൻ പറ്റുന്ന ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണോ? അല്ല. റീസൺ എന്താണ്? നോൺ ലിവിങ് ഓബ്ജക്ട്സിനും ഗ്രോ ചെയ്യാൻ കഴിയാറുണ്ട്, അവയുടെ മുകൾ ഭാഗത്ത് പലതരത്തിലുള്ള സബ്സ്റ്റൻസുകൾ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ട്. എന്നാൽ ലിവിങ് ഓർഗാനിസംസിലുള്ള ഗ്രോത്തിൻ്റെ പ്രത്യേകത ദെയർ ഗ്രോത്ത് ഈസ് ഇൻറ്റേർണൽ. അടുത്ത പ്രോപ്പർട്ടി റീപ്രൊഡക്ഷനാണ്. റീപ്രൊഡക്ഷൻ നമുക്കറിയാവുന്ന പോലെ തന്നെ it is the production of progenies or young ones by the organisms. ഈ പ്രോജനീസിന് പാരൻസിൻ്റെ അതേ ക്യാരക്ടറിസ്റ്റിക്സ് കാണാൻ കഴിയുന്നു. 2 തരത്തിലുള്ള റീപ്രൊഡക്ഷൻ നടക്കാം, സെക്ഷലും അസെക്ഷലും. ഒരു കാര്യം ഓർക്കേണ്ടത്, റീപ്രൊഡക്ഷനും ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസമായിട്ട് പറയാൻ കഴിയില്ല. റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ആർ സം ഓർഗാനിസംസ് ദേ ഡു നോട്ട് റീപ്രൊഡ്യൂസ് അറ്റ് ഓൾ ഡ്യൂറിങ് ദെയർ ലൈഫ് ടൈം. അതിന് എക്സാമ്പിൾ ടെക്സ്റ്റ് പറയുന്നുണ്ട്. മ്യൂളാണ്, അതേപോലെ സ്റ്റെറൈൽ വർക്കർ ബീസ് ആണ്, മറ്റൊന്ന് ഇൻഫെർട്ടൈൽ കപ്പിളുമാണ്. കമ്മിങ് ടു മെറ്റബോളിസം, ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ബയോകെമിക്കൽ റിയാക്ഷൻസ് വിത്തിൻ എ ലിവിങ് സിസ്റ്റം. മെറ്റബോളിസം ലിവിങ് ഓർഗാനിസംസിൻ്റെ ഒരു ഡിഫൈനിങ് ഫീച്ചറായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ലിവിങ് സിസ്റ്റത്തിൽ നടക്കുന്നത് പോലെയുള്ള സീരീസ് ഓഫ് റിയാക്ഷൻസ് ഒരു നോൺ ലിവിങ് ഒബ്ജക്റ്റിൽ പോസിബിൾ അല്ല. സെല്ലുലാർ ഓർഗനൈസേഷൻ, ഏത് ഓർഗാനിസം, പ്ലാന്റ് ആവട്ടെ, ആനിമൽ ആവട്ടെ, ഈവൻ യൂണിസെല്ലാർ ഓർഗാനിസംസ് ആവട്ടെ, അവയുടെ ബോഡീസ് ഉണ്ടാക്കിയിരിക്കുന്നത് സെൽസ് ഉപയോഗിച്ചിട്ടാണ്. സെൽസ് കൂടി ചേർന്ന് ടിഷ്യൂസ്, ടിഷ്യൂസ് ചേർന്ന് ഓർഗൻസ്, ഓർഗൻസ് ചേർന്ന് ഓർഗൻ സിസ്റ്റം, അനേകം ഓർഗൻ സിസ്റ്റം ചേരുമ്പോൾ ഒരു ഓർഗാനിസം. ഇതാണ് സെല്ലുലാർ ഓർഗനൈസേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. കോൺഷ്യസ്നെസ്, ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എൻ ഓർഗാനിസം ടു സെൻസ് ദ സറൗണ്ടിങ്സ് ആൻഡ് റെസ്പോണ്ട് ടു എക്സ്റ്റേണൽ സ്റ്റിമുലൈ. കോൺഷ്യസ്നെസ്സും ലിവിങ് ഓർഗാനിസംസിൻ്റെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി തന്നെയാണ്. ഓൾ ഓർഗാനിസംസ് ആർ അവെയർ ഓഫ് ദെയർ സറൗണ്ടിങ്സ് ആൻഡ് ഓൺലി ഹ്യൂമൻ ബീങ്സ് ആർ അവെയർ ഓഫ് ദംസെൽവ്സ്. അതുകൊണ്ട് ഹ്യൂമൻ ബീങ്സിന് സെൽഫ് കോൺഷ്യസ്നെസ് ഉണ്ടെന്ന് പറയും. ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗം ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ് ആണ്. ബയോഡൈവേഴ്സിറ്റി എന്ന ടേം നമ്മൾ ഓർത്തു വെക്കണം. ഈ ലിവിങ് വേൾഡിൽ കാണാൻ കഴിയുന്ന ടൈപ്പ് ആൻഡ് നമ്പർ ഓഫ് ഓർഗാനിസംസ് ആണ് ബയോഡൈവേഴ്സിറ്റി എന്നറിയപ്പെടുന്നത്. അറൗണ്ട് 1.7 to 1.8 മില്യൺ സ്പീഷീസ് ഓഫ് ഓർഗാനിസംസ് ഡിസ്ക്രൈബ്ഡ് സോ ഫാർ എന്ന് മനസ്സിലാക്കി വെക്കാം. ഇത്രയും അധികം ഓർഗാനിസംസിനെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ടാക്സോണമി എന്നൊരു ബ്രാഞ്ച് തന്നെ ബയോളജിയിൽ നമുക്ക് മനസ്സിലാക്കാം. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ടാക്സോണമി ഡീൽ ചെയ്യുന്നത്: ഐഡൻറ്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ. ലിവിങ് ഓർഗാനിസംസിനെ അവയുടെ എവല്യൂഷണറി റിലേഷൻഷിപ്പിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ പ്രത്യേക തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്ന സംവിധാനത്തെ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയാം. ലിനേയസിൻ്റെ ഫേമസ് ബുക്ക് ദാറ്റ് ഈസ് കോൾഡ് സിസ്റ്റമ നാച്ചുറേ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയ ആയിട്ട് പരിഗണിക്കാം. ടാക്സോണമിയുടെ ബേസിക് പ്രോസസ്സ് എന്നറിയപ്പെടുന്നത് 4 കാര്യങ്ങളാണ്. ഒന്ന് ക്യാരക്ടറൈസേഷൻ, ഒരു ഓർഗാനിസത്തെ കണ്ടു കഴിഞ്ഞാൽ അത് എന്തെന്ന് മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് ഐഡൻറ്റിഫിക്കേഷൻ, അത് ഇന്നതാണെന്ന് തിരിച്ചറിയണം. അതിനുശേഷം ക്ലാസിഫിക്കേഷൻ,
അതിന് കൃത്യമായ പൊസിഷൻ ഏത് വിഭാഗത്തിൽ വരുന്നു എന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ നോമൻക്ലേച്ചർ, അതിന് കൃത്യമായ ഒരു സയൻറ്റിഫിക് നെയിം നൽകണം. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് ലിവിങ് ഓർഗാനിസംസിന് 2 കമ്പണൻസ് ഉപയോഗിച്ച് ഒരു സയൻറ്റിഫിക് നെയിം നൽകുന്ന രീതിയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രപ്പോസ് ചെയ്തത് ലിന്നേയസ് ആണ്. പ്ലാന്റ്സിനും ആനിമൽസിനും സയൻറ്റിഫിക് നെയിം നൽകുന്ന സമയത്ത് 2 പ്രധാനപ്പെട്ട റൂൾസാണ് ഫോളോ ചെയ്യുന്നത്. പ്ലാന്റ്സിൻ്റെ കേസിൽ ICBN, ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ആനിമൽസിന് ICZN, ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഈ 2 ടേംസ് ഓർത്ത് വെക്കുക. ഒരു പക്ഷേ എക്സ്പാൻഡ് ചെയ്യാൻ 1 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. യൂണിവേഴ്സൽ റൂൾസ് ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ, ഇത് പലപ്പോഴായി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 4 പ്രധാനപ്പെട്ട റൂൾസ് ഓർത്ത് വെക്കാം. സയൻറ്റിഫിക് നെയിംസ് ആർ ലാറ്റിൻ ഓർ ലാറ്റിനൈസ്ഡ്. ഒന്നുകിൽ അവ ലാറ്റിൻ ഒറിജിനുള്ളവയാണ്, അല്ലെങ്കിൽ ലാറ്റിൻ ഭാഷ പോലെ തോന്നിക്കുന്ന രൂപത്തിൽ കൺവേർട്ട് ചെയ്തവയാണ്. ഇനി അവയെ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ലാറ്റിൻ ഒറിജിൻ മനസ്സിലാക്കാൻ വേണ്ടി ഇറ്റാലിക്സിൽ പ്രിൻ്റ് ചെയ്യുന്നു. ഇനി ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ അവയുടെ ജനറിക് നെയിമും സ്പീഷീസ് നെയിമും മനസ്സിലാകത്തക്ക രൂപത്തിൽ സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യുന്നു. ബൈനോമിയൽ നോമൻക്ലേച്ചറിലെ ഫസ്റ്റ് ടേം എന്നറിയപ്പെടുന്നത് ജീനസിനെ സൂചിപ്പിക്കുന്നു. ഇതിനെ നമുക്ക് ജനറിക് നെയിം എന്ന് പറയാം. അതേപോലെ തന്നെ രണ്ടാമത്തെ കമ്പോണൻ്റ് എന്നറിയപ്പെടുന്നത് സ്പീഷീസിനെ സൂചിപ്പിക്കുന്നു. ഇതിനെ നമുക്ക് സ്പെസിഫിക് എപ്പിതെറ്റ് എന്ന് പറയാം. ജീനസ് നെയിം എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലാണ് ആരംഭിക്കേണ്ടത്. സ്പീഷീസ് നെയിം ആകട്ടെ സ്മോൾ ലെറ്ററിൽ തന്നെ തുടങ്ങിയിരിക്കണം. ഇനി അവസാനമായി ഒരു സയൻറ്റിഫിക് നെയിമിൻ്റെ ഓതറിനെ നമുക്ക് അബ്രീവിയേറ്റഡ് ഫോമിൽ അവസാന ഭാഗത്ത് സൂചിപ്പിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ മാഞ്ചിഫറ ഇൻഡിക്ക ലിൻ. ഇവിടെ ലിൻ എന്നത് ലിനേസിനെ സൂചിപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് ടാക്സോണമിക് കാറ്റഗറീസ്. മുൻവർഷങ്ങളിലെ ചോദ്യപേപ്പറിൽ റിപ്പീറ്റഡായി ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ വരാനിരിക്കുന്നു. ലിവിങ് ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് അവയുടെ ക്യാരക്ടേഴ്സിൻ്റെ ബേസിൽ ചെറുതും വലുതുമായ ഗ്രൂപ്പുകളാക്കി മാറ്റാൻ കഴിയും. ഇത്തരത്തിൽ ക്ലാസിഫിക്കേഷൻ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രൂപ്പുകളെയാണ് ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് പറയുന്നത്. ഇവിടെ ഓർക്കേണ്ട കാര്യം, ടാക്സോണമിക് കാറ്റഗറി എന്ന് പറയുന്ന സമയത്ത് ഒരു സ്മോളർ ഗ്രൂപ്പ് സമാനമായ മറ്റ് ഗ്രൂപ്പുകളെ ചേർത്തുകൊണ്ട് ലാർജർ ഗ്രൂപ്പുകളാക്കി മാറ്റാൻ കഴിയും. അതുകൊണ്ട് തന്നെ ടാക്സോണമിയിൽ ഒരു ഹൈറാർക്കി നിലനിൽക്കുന്നു എന്ന് പറയാം. ദാറ്റ് മീൻസ് ഈച്ച് കാറ്റഗറി റെപ്രസെൻറ്റ്സ് എ റാങ്ക്. ഈ റാങ്കുകൾ അടങ്ങിയിരിക്കുന്ന എല്ലാ ടാക്സോണമിക് കാറ്റഗറിയും ചേർത്താണ് നമുക്ക് ടാക്സോണമിക് ഹൈറാർക്കി ഫോം ചെയ്യുന്നത്. ഇവിടെ ടാക്സോണമിക് കാറ്റഗറീസ് നമുക്ക് അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡറിലൊക്കെ ചോദിക്കാറുണ്ട്. അസെൻഡിങ് ഓർഡറിൽ പറയുമ്പോൾ ടാക്സോണമിക് കാറ്റഗറിയിൽ ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറി സ്പീഷീസ് ആയിട്ട് കണക്കാക്കുക. സ്പീഷീസ് ചേർന്ന് ജീനസ്, ജീനസ് ചേർന്ന് ഫാമിലി, ഫാമിലി ചേർന്ന് ഓർഡർ, അനേകം ഓർഡേഴ്സ് ചേരുമ്പോൾ ക്ലാസ്, ആൻഡ് ക്ലാസ്സിന് മുകളിലാണ് ഫൈലം, പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ ഡിവിഷൻ അറിയപ്പെടുന്നത്. അവസാനമായി ഹയസ്റ്റ് കാറ്റഗറി എന്നറിയപ്പെടുന്നത് കിങ്ഡമാണ്. ഇതിൽ ഏത് കാറ്റഗറിയെ നമുക്ക് ടാക്സൺ എന്ന് വിളിക്കാം. ആൻഡ് ടാക്സൺ ഈസ് എ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ടാക്സോണമിക് കാറ്റഗറീസിനെ കുറിച്ച് ഒരുപാട് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോ ടാക്സൺ അല്ലെങ്കിൽ ഓരോ കാറ്റഗറിക്കും കൃത്യമായ എക്സാമ്പിൾ നിങ്ങൾ ഓർത്ത് വെക്കുക. അത്തരം എക്സാമ്പിൾസും അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡറിൽ എങ്ങനെയാണ് ക്രമീകരിക്കുന്നതെന്നും മനസ്സിലാക്കി വെക്കുക. ടാക്സോണമിക് കാറ്റഗറിയിൽ ലോവസ്റ്റ് വൺ സ്പീഷീസ് ആണ്. ഫണ്ടമെൻ്റൽ സിമിലാരിറ്റി ഉള്ള ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ് സ്പീഷീസ് എന്നറിയപ്പെടുന്നത്. സ്പീഷീസ് ചേരുമ്പോൾ ജീനസായി മാറുന്നു. അനേകം ജീനസ് ചേരുമ്പോൾ അത് ഫാമിലിയായി മാറുന്നു. ഇനി ഫാമിലീസിൻ്റെ ഒരു കൂട്ടമാണ് ഓർഡർ എന്ന് പറയുന്നത്. ഓർഡേഴ്സ് ചേരുന്ന സമയത്ത് അടുത്ത ഹയർ കാറ്റഗറിയായ ക്ലാസ്സിൽ ഉൾപ്പെടുത്താം നമുക്ക്. ഇനി അനേകം ക്ലാസ്സുകൾ ചേരുന്ന സമയത്ത് കുറച്ചുകൂടെ വലിയ കാറ്റഗറിയായ ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഫൈലം എന്നത് ആനിമൽസിനെ സൂചിപ്പിക്കാനും ഡിവിഷൻ എന്നത് പ്ലാന്റ്സിനെ സൂചിപ്പിക്കാനുമാണ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കാം. ഇനി ടാക്സോണമിയിലെ ഹയസ്റ്റ് കാറ്റഗറി എന്നറിയപ്പെടുന്നത് കിങ്ഡമാണ്. ടാക്സോണമി കാറ്റഗറിയിൽ ഓരോ കാറ്റഗറിയുടെയും എക്സാമ്പിൾ ആവശ്യമുള്ളവർക്ക് വീഡിയോയിൽ കാണാവുന്നതാണ്. ടാക്സോണമി കാറ്റഗറീസിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് എക്സാമ്പിളായി 4 ഓർഗാനിസംസ് അവയുടെ സിസ്റ്റമാറ്റിക് പൊസിഷൻസും നൽകിയിട്ടുണ്ട്. ഈ ടേബിൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം. കാരണം വളരെ കൂടുതൽ തവണ ആവർത്തിച്ച് ചോദിച്ചതാണ്. നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ അത് മനസ്സിലാക്കാൻ പറ്റും. നമുക്കതൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഈ 4 ഓർഗാനിസംസ് എന്നറിയപ്പെടുന്നത് ഒന്ന് മാൻ ആണ്, രണ്ടാമത് ഹൗസ് ഫ്ലൈ, മൂന്നാമത്തത് മാംഗോ, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് വീറ്റ് പ്ലാന്റ്. ഇവയുടെ സിസ്റ്റമാറ്റിക് പൊസിഷൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. മാൻ, ഹ്യൂമൻ ബീയിങ്സ്, ബയോളജിക്കൽ നെയിം ഹോമോ സാപ്പിയൻസ്. ഈ ബയോളജിക്കൽ നെയിം അറിയുന്ന സമയത്ത് തന്നെ അതിൻ്റെ ജീനസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി, ഹോമോ ആണ്. ഹ്യൂമൻ ബീയിങ്സ് ഉൾപ്പെടുന്ന ഫാമിലി എന്നറിയപ്പെടുന്നത് ഹോമിനിഡയാണ്. നമ്മുടെ ഓർഡർ പ്രൈമേറ്റയാണ്. നമ്മൾ ഉൾപ്പെടുന്ന ക്ലാസ് മമാലിയാണ്.
ആൻഡ് അവർ ഫൈലം ഈസ് കോഡേറ്റ. ഇനി നമുക്ക് ഹൗസ് ഫ്ലൈയിലേക്ക് വരാം. ഹൗസ് ഫ്ലൈയുടെ സയൻറ്റിഫിക് നെയിം മസ്ക ഡൊമസ്റ്റിക്ക. വീണ്ടും ജീനസിൻ്റെ പേര് അവിടെ ക്ലിയർ ആണ്, മസ്കയാണ്. മസ്ക ഉൾപ്പെടുന്ന ഫാമിലി മസിഡയാണ്. ഡിപ്റ്റീറ എന്ന ഓർഡറിലാണ് ഹൗസ് ഫ്ലൈ വരുന്നത്. ഡിപ്റ്റീറ ഉൾപ്പെടെയുള്ള അനേകം ഇൻസെക്റ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഹൗസ് ഫ്ലൈയുടെ ക്ലാസ് മനസ്സിലാക്കി വെക്കാം, ഇൻസെക്റ്റ. ഹൗസ് ഫ്ലൈയുടെ ഫൈലം ആർത്രോപോഡയാണ്. ദെൻ മാംഗോ ട്രീയിലേക്ക് വരാം. മാംഗോ സയൻറ്റിഫിക് നെയിം മാഞ്ചിഫറ ഇൻഡിക്ക, ജീനസ് മാഞ്ചിഫറ. മാംഗോ ട്രീയുടെ ഫാമിലി അനാകാർഡിയസിയാണ്. ഉൾപ്പെടുന്ന ഓർഡർ സാപ്പിൻഡേൽസ്. രണ്ട് പ്രധാനപ്പെട്ട ക്ലാസ്സുകളിലാണ് നമുക്ക് പ്ലാന്റ്സ് കാണാൻ പറ്റുക, ഡൈക്കോട്ട് പ്ലാന്റ്സ് ആൻഡ് മോണോക്കോട്ട് പ്ലാന്റ്സ്. ഇവിടെ മാംഗോ ട്രീ എന്നറിയപ്പെടുന്നത് ഡൈക്കോട്ടിലിഡനെ എന്നറിയപ്പെടുന്ന ക്ലാസ്സിൽ വരുന്നു. ആൻഡ് ഫൈനലി മാംഗോ ട്രീയുടെ ഡിവിഷൻ ഓർത്തു വെക്കണം നമുക്ക്, ആൻജിയോസ്പെർമയാണ്. എല്ലാ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉൾപ്പെടുന്ന വിഭാഗമാണ് ആൻജിയോസ്പെർമ എന്നറിയാം. ദെൻ വീറ്റ് പ്ലാന്റിലേക്ക് വരാം. വീറ്റ് പ്ലാന്റിൻ്റെ സയൻറ്റിഫിക് നെയിം ട്രിറ്റിക്കം ഏസ്റ്റിവം. ജീനസ് ക്ലിയർ ആണ്, ട്രിറ്റിക്കം ആണ്. വീറ്റ് പ്ലാന്റ് വരുന്ന ഫാമിലി പൊയേസിയാണ്. ഇതിൻ്റെ ഓർഡർ പോയെയിൽസ് എന്ന് ഓർത്ത് നോക്കാം. വീറ്റ് പ്ലാന്റ് ഉൾപ്പെടെയുള്ള അനേകം പ്ലാന്റ്സ് ഉൾപ്പെടുന്ന ക്ലാസ് മോണോകോട്ടിലിഡനെയാണ്. ഇവിടെ വീണ്ടും വീറ്റ് പ്ലാന്റും ആൻജിയോസ്പെർമ എന്ന ഡിവിഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ ഭാഗം നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിന് മാത്രം ചില പൊസിഷൻസ് നൽകാതെ അത് നമ്മളോട് ഫില്ല് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ഇനി ഒന്നിൽ കൂടുതൽ ഓർഗാനിസംസിനെ ഉൾപ്പെടുത്തിയും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ ഇവയുടെ ഈ പൊസിഷൻസ് കൃത്യമായ ഓർഡറിലല്ലാതെ വന്നുകൊണ്ട് റീ അറേഞ്ച് ചെയ്യാൻ വേണ്ടി വരാറുണ്ട്. ഏതായാലും ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് ടാക്സോണമിക്കൽ എയ്ഡ്സ് ആണ്. പലപ്പോഴും ചോദ്യങ്ങൾ വന്ന ഭാഗം തന്നെയാണ്. പ്രധാനമായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്നറിയപ്പെടുന്നത് ഹെർബേറിയം, ബൊട്ടാണിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ പാർക്സ്, കീ. ഇനി അവസാനത്തെ പാരഗ്രാഫിൽ ഫ്ലോറ, മോണോഗ്രാഫ്, കാറ്റലോഗ് പോലുള്ള കുഞ്ഞു കുഞ്ഞു ടാക്സോണമിക്കൽ എയ്ഡ്സും നമുക്ക് പരിചയപ്പെടാനുണ്ട്. വരെ നമുക്ക് ആദ്യത്തെ ടാക്സോണമിക്കൽ എയ്ഡായ ഹെർബേറിയത്തിലേക്ക്. ഹെർബേറിയം എന്നറിയപ്പെടുന്നത് പ്ലാന്റ്സിനെ ഡ്രൈഡ് കണ്ടീഷനിൽ കീപ്പ് ചെയ്യുന്നതാണ്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പ്ലാന്റ് സ്പെസിമെൻസ് ആർ ഡ്രൈഡ്, പ്രസ്ഡ് ആൻഡ് പ്രിസർവ്ഡ് ഓൺ ഷീറ്റ്. അങ്ങനെയുള്ള ഷീറ്റുകളെയാണ് നമ്മൾ ഹെർബേറിയം ഷീറ്റ്സ് എന്ന് വിളിക്കുന്നത്. പ്ലാന്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ ഹെർബേറിയത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹെർബേറിയത്തിൽ ചില ഇൻഫർമേഷൻ നമുക്ക് ലാബൽ ചെയ്ത് വെക്കാം. അതിൽ ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് കളക്ഷൻ, അതേപോലെ ആ പ്ലാന്റിൻ്റെ ഇംഗ്ലീഷ്, ലോക്കൽ ആൻഡ് ബൊട്ടാണിക്കൽ നെയിം, ഫാമിലി, കളക്ടേഴ്സ് നെയിം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഹെർബേറിയത്തിനൊപ്പം ലാബൽ ചെയ്ത് വെക്കാം. അടുത്ത പരിചയപ്പെടാൻ പോകുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ലൈവ് പ്ലാന്റ്സിനെ പ്രിസർവ് ചെയ്യുന്ന സംവിധാനങ്ങളാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ നമുക്കറിയാം. ഇവിടെ പ്രധാനമായും ചില ബൊട്ടാണിക്കൽ ഗാർഡൻസിൻ്റെ പേര് നമ്മൾ ഓർമ്മിക്കണം. റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ, ക്യൂ, ഇംഗ്ലണ്ട്. ഇനി അതേപോലെ തന്നെ ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ഹൗറ, വെസ്റ്റ് ബംഗാളിലാണ്. അതേപോലെ തന്നെ നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നറിയപ്പെടുന്ന മറ്റൊരു സ്ഥാപനം കൂടെ ഓർത്തു വെക്കുക, ലക്നൌവിലാണ്. ഇതാണ് ഫേമസ് ബൊട്ടാണിക്കൽ ഗാർഡന് എക്സാമ്പിളായി ടെക്സ്റ്റ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ബയോളജിക്കൽ മ്യൂസിയത്തിലേക്ക് വരുമ്പോൾ, മ്യൂസിയത്തിൽ പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും സ്പെസിമെൻസ് നമുക്ക് പ്രിസർവ് ചെയ്ത് കീപ്പ് ചെയ്യാൻ വേണ്ടി കഴിയും. മ്യൂസിയത്തിൽ പലതരത്തിലുള്ള പ്രിസർവേഷൻ അവൈലബിൾ ആണ്. ഒന്ന്, നമുക്ക് പ്രിസർവേറ്റീവ് സൊല്യൂഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ജാറിനകത്ത് പ്ലാന്റ്സിനെയും ആനിമൽസിനെയും പ്രിസർവ് ചെയ്ത് വെക്കാം. ഇനി അല്ലെങ്കിൽ ഡ്രൈഡ് കണ്ടീഷനിൽ കീപ്പ് ചെയ്ത് വെക്കാം. ഇൻസെക്റ്റുകളെ ഇൻസെക്റ്റ് ബോക്സിനകത്താക്കാം. ഇനി അതേപോലെ തന്നെ സ്കള്ള് പോലുള്ള, അതേപോലെ തന്നെ ആനിമൽസിൻ്റെ മറ്റ് സ്കെലിറ്റൽ പാർട്സൊക്കെ മ്യൂസിയത്തിനകത്ത് കീപ്പ് ചെയ്യാം. ഇനി ലാർജ് മാമൽസും ബേർഡ്സും ആണെങ്കിൽ അവയെ നമുക്ക് സ്റ്റഫ്ഡ് കണ്ടീഷനിലും മ്യൂസിയത്തിനകത്ത് കീപ്പ് ചെയ്യാം. ദെൻ സുവോളജിക്കൽ പാർക്സ് വളരെ ഇമ്പോർട്ടൻറ്റ്. ലൈവ് പ്ലാന്റ്സിനെ നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡനിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്നത് പോലെ തന്നെ ലൈവ് ആനിമൽസിനെ കീപ്പ് ചെയ്യാനുള്ള, പ്രൊട്ടക്റ്റഡ് എൻവയൺമെൻറ്റിൽ കീപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങളാണ് സുവോളജിക്കൽ പാർക്ക് അല്ലെങ്കിൽ സൂസ് എന്നറിയപ്പെടുന്നത്. ആനിമൽസിൻ്റെ ബിഹേവിയറും അതേപോലെ തന്നെ ഫുഡ് ഹാബിറ്റൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സൂ സഹായിക്കുന്നുണ്ട്. ലിവിങ് ഓർഗാനിസംസിനെ അവയുടെ സിമിലാരിറ്റീസിൻ്റെയും ഡിസ്സിമിലാരിറ്റീസിൻ്റെയും ബേസിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ടാക്സോണമിക്കൽ എയ്ഡാണ് കീസ് എന്നറിയപ്പെടുന്നത്. ഒരു കീ നമ്മൾ എടുക്കുന്ന സമയത്ത് ലിവിങ് ഓർഗാനിസംസിൻ്റെ രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് നമ്മൾ കൊടുത്തിരിക്കും. അത്തരത്തിൽ രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിനെ ഒരുമിച്ച് ഒരു പെയറായി കീസിൽ കൊടുക്കുമ്പോൾ അതിനെ നമുക്ക് കപ്ലറ്റ് എന്നാണ് വിളിക്കാറുള്ളത്. ഈ കപ്ലറ്റിലെ ഓരോ സ്റ്റേറ്റ്മെൻറ്റും മറ്റൊരു കപ്ലറ്റിലേക്കുള്ള ലീഡ് ആണെന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ കീസ് അനലറ്റിക്കൽ നേച്ചറോട് കൂടിയ ഒരു ടാക്സോണമിക്കൽ എയ്ഡാണെന്ന് കൂടെ മനസ്സിലാക്കണം. ചാപ്റ്ററിൻ്റെ അവസാന പാരഗ്രാഫിൽ മറ്റു ചില ടാക്സോണമിക്കൽ എയ്ഡ്സിനെ വേഗത്തിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഒന്ന് ഫ്ലോറയാണ്. ഒരു പെർട്ടിക്കുലർ ഏരിയയിലെ പ്ലാന്റ് സ്പീഷീസിൻ്റെ ആക്ച്വൽ അക്കൗണ്ട് ആൻഡ് ഡിസ്ട്രിബ്യൂഷനാണ് ഫ്ലോറ എന്നറിയപ്പെടുന്നത്. ഇനി ഒരു പെർട്ടിക്കുലർ ഏരിയയിലെ ഓർഗാനിസംസിൻ്റെ നെയിംസ് ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ടാക്സോണമിക്കൽ എയ്ഡിനെ നമുക്ക് മാനുവൽസ് എന്ന് വിളിക്കാം.
ഇനി റെക്കോർഡ്സ് ഓഫ് ഇൻഫർമേഷൻ കണ്ടെയ്നിങ് ഓൺലി വൺ ടാക്സൺ, ഒരു ടാക്സൺ മാത്രം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഇൻഫർമേഷൻ ആണെങ്കിൽ അത് നമുക്ക് മോണോഗ്രാഫ് എന്നാണ് വിളിക്കുക. ഫോർ എക്സാമ്പിൾ റെപ്റ്റീലിയെക്കുറിച്ച് മാത്രം, മെമാലിയെക്കുറിച്ച് മാത്രം, ഏവ്സിനെക്കുറിച്ച് മാത്രം, അത്തരത്തിൽ വരുന്ന ഇൻഫർമേഷനാണ് നമുക്ക് മോണോഗ്രാഫിൽ കാണാൻ കഴിയുന്നത്. ഇനി അവസാനമായി കാറ്റലോഗാണ്. ഇറ്റ് ഈസ് ദ ആൽഫബറ്റിക്കൽ ലിസ്റ്റ് ഓഫ് സ്പീഷീസ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബൊട്ടാണിക്കൽ ഗാർഡനോ അല്ലെങ്കിൽ സുവോളജിക്കൽ പാർക്കൊക്കെ സന്ദർശിക്കുന്ന സമയത്ത് അവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന മുഴുവൻ ഓർഗാനിസംസിൻ്റെയും സ്പീഷീസിനെയും ആൽഫബറ്റിക്കൽ ഓർഡറിൽ തയ്യാറാക്കുമ്പോൾ നമുക്കതിനെ കാറ്റലോഗ് എന്ന് വിളിക്കാം. ഈ ചാപ്റ്ററിലെ എല്ലാ പോയിൻറ്റ്സും വളരെ വേഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി നമ്മൾ 2010 മുതൽ 2020 വരെ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്, അതെങ്ങനെ നമുക്ക് ആൻസർ ചെയ്താൽ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഓർമ്മിക്കുക, മാർച്ച് മാസത്തിൽ നടക്കുന്ന പബ്ലിക് എക്സാമിൻ്റെയും അതേപോലെ തന്നെ ശേഷം നടക്കാറുള്ള ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ്റെയും ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് 1 മാർക്കിൻ്റെ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. സാധാരണഗതിയിൽ 1 മാർക്കിൻ്റെ ഒരു ചോദ്യം എന്ന രൂപത്തിലാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാറുള്ളത്. അപ്പോൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്ന മുഴുവൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും അടങ്ങിയിരിക്കുന്ന PDF ഫയൽ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുകയാണ്. ഏറ്റവും റീസെൻറ്റ് ക്വസ്റ്റ്യനായ 2020 മാർച്ചിലെ ചോദ്യപേപ്പറിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഉൾപ്പെട്ടിരിക്കുന്ന ചോദ്യം മുതൽ പിന്നിലേക്ക് 2010 വരെ നീളുന്ന രൂപത്തിലാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് വരാം. 2020 മാർച്ചിൽ ചോദിച്ചിരിക്കുന്നത് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ്. ഞാൻ നേരത്തെ പറഞ്ഞു 1 സ്കോറിൻ്റെ ചോദ്യമാണ്. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്: ടാക്സൺ, സ്പീഷീസ്, ജീനസ് ആൻഡ് സെൽ. ഇത് അല്പം കൺഫ്യൂസിംഗ് ആയൊരു ചോദ്യമായിരുന്നു. കാരണം ഈ ചോദ്യത്തിൻ്റെ മലയാളം ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയ സമയത്ത് വർഗീകരണത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്നാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അടിസ്ഥാന ഘടകം എന്നത് ലോവസ്റ്റ് കാറ്റഗറിയായ സ്പീഷീസ് അല്ലേ എന്നും, അതേപോലെ ക്ലാസിഫിക്കേഷൻ്റെ ഏത് യൂണിറ്റിനെയും നമുക്ക് ടാക്സൺ എന്നും വിളിക്കാമല്ലോ എന്നർത്ഥത്തിൽ ഡിസ്കഷൻസ് വന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ കീയിൽ നമുക്ക് 2 ഓപ്ഷൻസ് നൽകിയിരുന്നു. സോ ദ ആൻസർ ഈസ് ടാക്സൺ എന്നെഴുതിയാലും സ്പീഷീസ് എന്നെഴുതിയാലും ഫുൾ മാർക്ക് വരുന്ന രൂപത്തിലായിരുന്നു ഇതിൻ്റെ ആൻസർ കീ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനിനി ഇയർ പറയില്ല, നിങ്ങൾക്ക് ഇയർ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം വരുന്നത് ഡേഷ് ഈസ് ദ ടാക്സോണമിക്കൽ എയ്ഡ് ബേസ്ഡ് ഓൺ ദ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ജനറലി ഇൻ എ പെയർ കോൾഡ് കപ്ലെറ്റ്. കപ്ലെറ്റ് എന്ന പേരിൽ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിൻ്റെ പേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ടാക്സോണമിക്കൽ എയ്ഡ് ഏതെന്നാണ് ചോദ്യം. നമുക്കെല്ലാവർക്കും അറിയാം ആൻസർ കീ ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ബൈനോമിയൽ നോമൻക്ലേച്ചർ വാസ് പ്രപ്പോസ്ഡ് ബൈ. സിംപ്ലസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും മനസ്സിലാക്കാം, ലിനേയസ്. ഓരോ വർഷങ്ങളിലും ഇത്തരത്തിൽ 1 സ്കോറിനുള്ള ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക നിങ്ങൾ. വിച്ച് അമംഗ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് ദ കറക്റ്റ് സീക്വൻസ്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസിൽ പലതിൻ്റെയും ഓർഡർ തെറ്റാണ്. ശരിയായ ഓർഡർ എന്നറിയപ്പെടുന്നത് കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ് ആൻഡ് സ്പീഷീസ്. അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ സ്പീഷീസിൽ നിന്ന് കിങ്ഡം വരെ വരുന്ന ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇതേ ചോദ്യം തന്നെ റിപ്പീറ്റഡായി വരുന്നു, മറ്റൊരു തരത്തിലാണ്. റീഅറേഞ്ച് ദ ഫോളോയിങ് ടാക്സോണമിക് കാറ്റഗറീസ് ഇൻ ദ കറക്റ്റ് സീക്വൻസ്. വീണ്ടും ഒരു സ്കോറിനാണ്. തന്നിരിക്കുന്നത് തെറ്റായ ഓർഡറിലാണ്. കറക്റ്റ് ഓർഡറിൽ ക്രമീകരിക്കുന്ന സമയത്ത് നേരത്തെയുള്ള സെയിം ആൻസർ വരുന്നു: സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ആൻഡ് കിങ്ഡം. അടുത്ത ചോദ്യം ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ഓൺ ദ ബേസിസ് ഓഫ് ടാക്സോണമി ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നാണ്. ഇതിലെ ഓഡ് വൺ ഏതെന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് നിങ്ങളതിനെ ഓഡ് വൺ ആയിട്ട് തിരഞ്ഞെടുത്തതെന്നും പറയണം. നമുക്കറിയാം ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ടാക്സോണമിക് കാറ്റഗറീസ് ആണ്. എന്നാൽ ഹെർബേറിയം എന്നത് ടാക്സോണമിക്കൽ എയ്ഡ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഹെർബേറിയം. ഓപ്ഷൻ ഡി ആണ്. ഇറ്റ് ഈസ് എ ടാക്സോണമിക്കൽ എയ്ഡ് ആൻഡ് അതേഴ്സ് ആർ ടാക്സോണമിക് കാറ്റഗറീസ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നേരത്തെ ചോദിച്ചിരിക്കുന്ന ചോദ്യം വീണ്ടും റിപ്പീറ്റഡ് ആണ്. സെലക്ട് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ടാക്സോണമിക് ഹൈറാർക്കി. ടാക്സോണമിക് ഹൈറാർക്കിയുടെ കറക്റ്റ് സീക്വൻസ് വീണ്ടും നമുക്കറിയാം സ്പീഷീസ് മുതൽ കിങ്ഡം വരെ, അല്ലെങ്കിൽ താഴേക്ക് ഡിസെൻഡിങ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ് ആൻഡ് സ്പീഷീസ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
During the adventurous trip, a +1 student got a skull and skeletal part of a rare animal from the Chinar forest. Select the suitable location for keeping it from the list of taxonomic aids given below. ഒരു അഡ്വഞ്ചറസ് ട്രിപ്പിനിടയിൽ +1 നിങ്ങളെപ്പോലുള്ളൊരു കുട്ടിക്ക് ഒരു റെയർ ആനിമലിൻ്റെ സ്കള്ളും സ്കെലിറ്റണും കിട്ടി. നമുക്ക് ഏത് ടാക്സോണമിക്കൽ എയ്ഡ് താഴെ തന്നിട്ടുണ്ട് ബ്രാക്കറ്റിനകത്ത്, അതിലെവിടെയാണ് നമുക്ക് ഇത് കീപ്പ് ചെയ്യാൻ പറ്റുക? എല്ലാവർക്കും അറിയാം സ്കെലിറ്റൽ സിസ്റ്റവും സ്കള്ളൊക്കെ കാണുന്നത് മ്യൂസിയത്തിലായിരിക്കും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് മ്യൂസിയം. അടുത്ത ചോദ്യം, എ സ്റ്റുഡൻറ്റ് കൺസീവ്ഡ് the rules of binomial nomenclature as follows. If you find a mistake in the underlined portion, correct them with appropriate words. ഇവിടെ the first word in biological name represents species and begins with a capital letter. Then രണ്ടാമത് the second word represents genus and begins with a small letter. ഇതിൽ സ്പീഷീസും ജീനസുമാണ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് നമ്മൾ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ദ ഫസ്റ്റ് വേർഡ് ഇൻ ബയോളജിക്കൽ നെയിം റെപ്രസെൻറ്റ്സ് ജീനസ് എന്നായി മാറും. പകരം സ്പീഷീസ് അല്ല, ആരാ വേണ്ടത്? ജീനസാണ്. ഇനി ദ സെക്കൻഡ് വേർഡ് റെപ്രസെൻറ്റ്സ് സ്പീഷീസാണ്, ജീനസാണ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മളത് മാറ്റിയിട്ട് സ്പീഷീസ് എന്നാക്കി മാറ്റണം. ബാക്കി ശരിയാണ്, കാരണം ഒന്നാമത്തെ വേർഡ് ജീനസും അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ലെറ്ററിലുമാണ്. രണ്ടാമത്തെ വേർഡ് സ്പീഷീസും അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്മോൾ ലെറ്ററിലുമാണ്. നോക്കാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു പലയിടങ്ങളിലായിട്ട് നമുക്ക് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ വരാറുണ്ട്. കംപ്ലീറ്റ് ദ ടേബിൾ യൂസിങ് ദ ടേംസ് എന്നാണ്. കോമൺ നെയിം തന്നിട്ടുണ്ട്, മാൻ ആണ്. ജീനസ് തന്നിട്ടില്ല. സ്പീഷീസ് സാപ്പിയൻസ് എന്ന് കൊടുത്തിരിക്കുന്നു. ക്ലാസ് മമാലിയാണ്. ഫൈലം ഏത് നമ്മൾ എഴുതണം. കറക്റ്റ് ആൻസർ വരാൻ പോകുന്നത് ഹ്യൂമൻ ബീങ്സിൻ്റെ സയൻറ്റിഫിക് നെയിമിലെ ജീനസ് ഹോമോ ആണ്. അതേപോലെ തന്നെ നമ്മൾ ഉൾപ്പെടുന്ന ഫൈലം കോഡേറ്റയാണ്. രണ്ടും എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. ഇനി അടുത്ത ചോദ്യം, ടെക്സ്റ്റ് ബുക്കിലെ അതേ ടേബിളിനെ തന്നെ ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു ചോദ്യം നമുക്ക് കാണാം. സെലക്ട് ദ കറക്റ്റ് ജനറിക് നെയിം ആൻഡ് സ്പെസിഫിക് എപ്പിത്തറ്റ് ഫ്രം ദ ടേബിൾ ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ദ സയൻറ്റിഫിക് നെയിം ഓഫ് ഹൗസ് ഫ്ലൈ. ഹൗസ് ഫ്ലൈയുടെ സയൻറ്റിഫിക് നെയിം എഴുതിയാൽ തന്നെ ഫുൾ മാർക്ക് നമുക്ക് കിട്ടും. പക്ഷേ അത് നമുക്ക് ഉത്തരത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതാം: കറക്റ്റ് ജനറിക് നെയിം ഓഫ് ഹൗസ് ഫ്ലൈ മസ്ക, കറക്റ്റ് സ്പെസിഫിക് എപ്പിത്തറ്റ് ഓഫ് ഹൗസ് ഫ്ലൈ ഡൊമസ്റ്റിക്ക. സോ ദ സയൻറ്റിഫിക് നെയിം ഓഫ് ദ ഹൗസ് ഫ്ലൈ മസ്ക ഡൊമസ്റ്റിക്ക. ഇതിനടുത്തത് അലൈൻ ദ ടാക്സോണമിക് കാറ്റഗറീസ് ഇൻ ദ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡറാണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച കാര്യം തന്നെ അസെൻഡിങ് ഓർഡറിലേക്ക് എങ്ങനെ എഴുതാം? ജീനസ്, ഓർഡർ, ഫൈലം, സ്പീഷീസ്, ഫാമിലി, ക്ലാസ്, കിങ്ഡം, എല്ലാ കാറ്റഗറീസും ഉണ്ട്. നമ്മളതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ ഇങ്ങനെയാണ് ആൻസർ ലഭിക്കുന്നത്: സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ആൻഡ് കിങ്ഡം. വീണ്ടും ടാക്സോണമിക് കാറ്റഗറിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്: റീഅറേഞ്ച് ബോത്ത് ബയോളജിക്കൽ കാറ്റഗറി ആൻഡ് ടാക്സൺ ബേസ്ഡ് ഓൺ ടാക്സോണമിക് ഹൈറാർക്കി. ഇവിടെ ഒരു ഹിൻഡ് കൂടെ തരാണ്. ദ ലാസ്റ്റ് 2 terms ഓഫ് ദ ടാക്സൺ വിൽ ഗിവ് സയൻറ്റിഫിക് നെയിം ഓഫ് ഹൗസ് ഫ്ലൈ. അപ്പോൾ അവസാനത്തെ 2 ടാക്സൺസ് ഉപയോഗിച്ചാൽ നമുക്ക് എന്തായി മാറണം? ഹൗസ് ഫ്ലൈയുടെ സയൻറ്റിഫിക് നെയിം വരണം. അപ്പോൾ തന്നിരിക്കുന്നത് ഈ രൂപത്തിലാണ്: കാറ്റഗറിയും ടാക്സണും, ഫൈലം മസ്ക, ജീനസ് ഇൻസെക്റ്റ, ക്ലാസ് ആർത്രോപോഡ, സ്പീഷീസ് ഡൊമസ്റ്റിക്ക. തെറ്റാണെന്ന് നമുക്കറിയാം. കറക്റ്റ് ഓർഡർ എങ്ങനെ വരുന്നു? ഇതാണ്: ഫൈലം ആർത്രോപോഡ, ക്ലാസ് ഇൻസെക്റ്റ, ജീനസ് മസ്ക ആൻഡ് സ്പീഷീസ് ഡൊമസ്റ്റിക്ക. അവസാനത്തെ 2 വാക്കുകൾ ചേരുന്ന സമയത്ത് മസ്ക ഡൊമസ്റ്റിക്ക സയൻറ്റിഫിക് നെയിം ഓഫ് ഹൗസ് ഫ്ലൈ ആയി മാറിയല്ലോ. ചോദ്യം നമുക്ക് 2013 മാർച്ചിലതാണ്. നോക്കണേ: ആഫ്റ്റർ കംപ്ലീറ്റിംഗ് എ പ്രോജക്റ്റ് സ്റ്റഡി ബേസ്ഡ് ഓൺ ഡൈവേഴ്സിറ്റി ഓഫ് സ്പൈഡേഴ്സ്. സ്പൈഡേഴ്സിൻ്റെ ഡൈവേഴ്സിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് സ്റ്റഡി നടന്നു. ദ സ്പെസിമെൻസ് വെയർ ഇൻറ്റൻഡഡ് ടു ബി സ്റ്റോർഡ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. ഈ സ്പെസിമെൻ വീണ്ടും പിന്നീട് നമുക്ക് റെഫറൻസിന് ഉപയോഗപ്പെടുത്താമെന്ന രൂപത്തിൽ നമ്മളതിനെ പ്രിസർവ് ചെയ്യാൻ തീരുമാനിച്ചു. സെലക്ട് എ സ്യൂട്ടബിൾ ടാക്സോണമിക്കൽ എയ്ഡ് ഫ്രം ദ ഫോളോയിങ് ഫോർ ദ പ്രിസർവേഷൻ ഓഫ് എ സ്പെസിമെൻ. അപ്പോൾ സ്പൈഡർ പോലുള്ള സ്പെസിമെൻ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ടാക്സോണമിക്കൽ എയ്ഡ് ഏതാണ്? ഹെർബേറിയമാണോ, മ്യൂസിയമാണോ, സുവോളജിക്കൽ പാർക്കാണോ, സാങ്ച്വറി ആണോ? തീർച്ചയായിട്ടും അതിൻ്റെ ആൻസർ മ്യൂസിയമാണെന്ന് കാണാൻ കഴിയും. അടുത്ത ക്വസ്റ്റിനിലേക്ക് വരുന്ന സമയത്ത്, കാറ്റഗറൈസ് ദ ഫോളോയിങ് ടേംസ് ഇൻ ടു 2.
Give suitable title for each category. ചോദ്യത്തിന് താഴെ ചില ടേംസ് നൽകിയിട്ടുണ്ട്. അതിനെ നമുക്ക് 2 ഹെഡിങ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. ഏതൊക്കെയാണ് തന്നിരിക്കുന്ന ടേംസ്? സ്പീഷീസ്, മ്യൂസിയം, ക്ലാസ്, ജീനസ്, സോളജിക്കൽ പാർക്ക്, ഹെർബേറിയം. പേര് വായിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാം, ഇതിൽ ചിലത് ടാക്സോണമിക് കാറ്റഗറീസ് ആണ്, മറ്റു ചിലത് ടാക്സോണമിക് എയ്ഡ്സ് ആണ്. ആണല്ലോ? അത് നമുക്ക് ആൻസർ ഇങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ടാക്സോണമിക് കാറ്റഗറീസ് ആയിട്ട് സ്പീഷീസും ക്ലാസും ജീനസും വരുന്നു. ടാക്സോണമിക് എയ്ഡ്സ് ആയിട്ട് മ്യൂസിയവും സോളജിക്കൽ പാർക്കും ഹെർബേറിയം വരുന്നു. ഇനി വീണ്ടും ടാക്സോണമിക്കൽ എയ്ഡ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ടാക്സോണമിക്കൽ എയ്ഡ്സ് ആർ വെരി യൂസ്ഫുൾ ഫോർ ക്ലാസിഫിക്കേഷൻ ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ്. നെയിം എനി 2 ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്നാണ് പറയുന്നത്. ടാക്സോണമിക്കൽ എയ്ഡ്സിൽ ഏതെങ്കിലും 2 എണ്ണത്തിൻ്റെ പേര് എഴുതിയാൽ മതി. നമുക്ക് എഴുതാം. ഏതൊക്കെ എഴുതാം? ഹെർബേറിയം എഴുതാം, ബൊട്ടാണിക്കൽ ഗാർഡൻ എഴുതാം, മ്യൂസിയം എഴുതാം, സുവോളജിക്കൽ പാർക്ക് എഴുതാം, കീ എഴുതാം, ഒക്കെ എഴുതാം. നമുക്ക് ഏതെങ്കിലും 2 എഴുതിയാൽ 1 മാർക്ക് കിട്ടും. വീണ്ടും അടുത്ത ചോദ്യം, അറേഞ്ച് ദ ഫോളോയിങ് ടാക്സോണമിക് കാറ്റഗറീസ് ഇൻ അസെൻഡിങ് ഓർഡർ. ഒരുപാട് തവണ ആവർത്തിച്ചതും നമ്മൾ നേരത്തെ കണ്ടതാണ്. ആൻസർ ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഏതായാലും ഇങ്ങനെ വരുന്നു: സ്പീഷീസ് ടു കിങ്ഡം. ഇത്തരത്തിൽ അറേഞ്ച് ചെയ്യാം. 2011 മാർച്ചിലേക്ക് എത്തുമ്പോൾ നോട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് 2 വേർഡ്സ്. സജസ്റ്റ് സ്യൂട്ടബിൾ വേർഡ് ഫോർ ദ 4th പ്ലേസ്. നോക്കാം. കളക്ഷൻ ഓഫ് ലിവിങ് പ്ലാന്റ്സ്, ബൊട്ടാണിക്കൽ ഗാർഡൻ. ആനിമൽസ് കെപ്റ്റ് ഇൻ പ്രൊട്ടക്റ്റഡ് എൻവയൺമെൻറ്റ്, സുവോളജിക്കൽ പാർക്ക് അല്ലേ. സാപ്പിയൻസ്, മാൻ. മസ്കാ ഡൊമസ്റ്റിക്ക, ഹൗസ് ഫ്ലൈ അല്ലേ. ആൻസർ വരുന്നത് ആദ്യത്തെ എ എന്നതിൻ്റെ ആനിമൽസ് കെപ്റ്റ് ഇൻ പ്രൊട്ടക്റ്റഡ് എൻവയൺമെൻറ്റ് സുവോളജിക്കൽ പാർക്കും അല്ലെങ്കിൽ സൂ എന്ന് എഴുതിയാലും ആൻസർ കറക്റ്റ് ആകും. രണ്ടാമത് മസ്കാ ഡൊമസ്റ്റിക്ക ഹൗസ് ഫ്ലൈ ആണെന്നും എഴുതി വെക്കാം. 2010 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷനാണ്. എ സ്റ്റുഡൻറ്റ് പ്ലേസ്ഡ് മാൻ ആൻഡ് ഹൗസ് ഫ്ലൈ ഇൻ ദ ഫോളോയിങ് ടാക്സോണമിക് കാറ്റഗറീസ്. സം ഓഫ് ദം ആർ റോങ്ലി പ്ലേസ്ഡ് ആൻഡ് ഐഡൻറ്റിഫൈ ആൻഡ് കറക്റ്റ് ദം. നോക്കാം. ഇവിടെ കോമൺ നെയിം മാനും ഹൗസ് ഫ്ലൈയും, സ്പീഷീസ് സാപ്പിയൻസും ഡൊമസ്റ്റിക്കയും തെറ്റില്ല. ജീനസ് ഹോമോയും മസ്കയും തെറ്റില്ല. ഫാമിലി പ്രൈമേറ്റ തെറ്റാണെന്നറിയാം. ഫാമിലി മസിഡെ ഓക്കെയാണ്. ഓർഡർ ഹോമിനിഡെ തെറ്റാണെന്നറിയാം. ഓർഡർ ഇൻസെക്റ്റ തെറ്റാണ്. അതേപോലെ ക്ലാസ് മെമാലിയ കറക്റ്റാണ്. ക്ലാസ് ഡിപ്റ്റീറ തെറ്റാണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം? കറക്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ വരും. സ്പീഷീസ് സാപ്പിയൻസ് ഡൊമസ്റ്റിക്ക ശരിയാണ്, നേരത്തെ ശരിയാണ്. ജീനസ് ഹോമോ മസ്ക ഓക്കെയാണ്. ഫാമിലി നമ്മൾ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് നേരത്തെ ഇവിടെ പ്രൈമേറ്റ് ആയിരുന്നു, ഇവിടെ ആരാവണം? ഹോമിനിഡേ ആവണം. മസ്ഡേ നേരത്തെ ഉള്ളത് തന്നെയാണ്. ഇനി അതേപോലെ ഓർഡറിലേക്ക് വരുമ്പോൾ ഓർഡർ ഹോമിനിഡേ തെറ്റാണ്, പ്രൈമേറ്റാന്ന് എഴുതണം. ഓർഡർ ഇൻസെക്റ്റ തെറ്റാണ്, ഓർഡർ നമുക്ക് ഡിപ്റ്റീറ എന്ന് എഴുതാം. അതേപോലെ തന്നെ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് മമാലിയ കറക്റ്റാണ്, ക്ലാസ് ഇവിടെ ഇൻസെക്റ്റാണ്. അപ്പം കറക്റ്റ് ചെയ്തത് ഏതൊക്കെയെന്ന് 1, 2, 3, 4 എണ്ണവും നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേതെന്ന് തിരിച്ചറിയാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഐഡൻറ്റിഫൈ ആൻഡ് കറക്റ്റ് ദം എന്ന് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് വി ആർ ഡിസ്കസിങ് ഈസ് 2010 മാർച്ചിലതാണ്. റീഅറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ കറക്റ്റ് ടാക്സോണമിക് ഹൈറാർക്കിയൽ സീക്വൻസ്. ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ചോദ്യം. സാപ്പിയൻസ്, ഹോമിനിഡേ, ഹോമോ, മമാലിയ, പ്രൈമേറ്റ, കോഡേറ്റ. തെറ്റാണ് ഓർഡർ എന്നറിയാം. കൃത്യമായ ഓർഡർ ഇതുപോലെയാണ് വരുന്നത്: സാപ്പിയൻസ്, ഹോമോ, ഹോമിനിഡേ, പ്രൈമേറ്റ, മമാലിയ, കോഡേറ്റ. അതായത് മാനിൻ്റെ സിസ്റ്റമാറ്റിക് പൊസിഷൻസ് കൃത്യമായി അസെൻഡിങ് ഓർഡറിൽ എഴുതിയാൽ മതിയാകും. 21 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മൾ ലിവിങ് വേൾഡുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് ഇപ്പോൾ കണ്ടത്. ഇതേപോലെ മറ്റ് ചാപ്റ്റേഴ്സിൻ്റെയും ഒരു ക്വിക്ക് റിവിഷനും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഏതായാലും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.